ഹലോ, എന്തൊക്കെയുണ്ട്? നമുക്ക് നല്ല പച്ച കൂരി ഇട്ടിട്ടുണ്ട്. കടലിലാണ് കേട്ടോ, ചെറുതാണ്. ഇതിന് പച്ചയായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഒന്ന് വെട്ടി തേച്ചെടുക്കാവേ. അപ്പോൾ നമ്മളെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്. നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വാളംപുളി വെള്ളവും ഉപ്പും എല്ലാം കൂടിയിട്ട് തേച്ചെടുത്തതാണ് കേട്ടോ, കല്ലിലിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് കുറച്ച് ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനം നമുക്ക് എടുത്ത് പൊളിച്ച് വെക്കണേ, എല്ലാ ഉള്ളിയൊക്കെ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ മുളക് പൊടി 4 സ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 2 സ്പൂൺ, 1/2 സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഈ ഇത്രയും മസാലക്കൂട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെന്ന് പറഞ്ഞാൽ ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറ്റി നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ പൊടികളെല്ലാം ഒരുമിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും അങ്ങ് കരിഞ്ഞു പോയാൽ കറി കഴിക്കും. അപ്പോൾ അതിന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കാവേ. അപ്പോൾ ചെറു തീയിലിട്ട് വേണം, നല്ലതുപോലെ ചട്ടി ചൂടാകുന്നതിന് മുമ്പ് പൊടി ഇടണം, അല്ലെങ്കിൽ ചട്ടി ഇടുമ്പോഴേ അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. വെള്ളം പറ്റുമ്പോൾ പൊടി ഇട്ടേക്കണം. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരവും കുരുമുളകും പൊടി. ഇത് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ. ഞാൻ പൊടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിനകത്തോട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണേ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചില്ലേ, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് അതും കൂടി ഇട്ടൊന്ന് ചൂടാക്കി നമുക്കെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആ ഉള്ളിയും കൂടെ, ചുമന്നുള്ളിയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് നമുക്ക് എണ്ണയിൽ വറുതാളിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്തുള്ളൂ ഉള്ളി കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും വേണ്ട, അത് ഞാൻ മൊത്തത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അരയണം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല കുഴമ്പ് പരുവത്തിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇടണം. നമ്മൾ കടുക് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇത് അപ്പോൾ ഉലുവ പൊട്ടി വരുമ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമേ ഉലുവ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോകും, പൊട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഉള്ളി അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. നമ്മൾ പച്ചമുളകൊന്നും കാണത്തില്ല, നമ്മൾ മുളക് പൊടി നമ്മൾ വറുത്തല്ല നമ്മൾ ചൂടാക്കി എടുത്തതല്ലേ. അപ്പോൾ അതിലോട്ട് ഒന്ന് എണ്ണയായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ അതിലൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്കിങ്ങനെ വേസ്റ്റായിട്ട് നമ്മൾ സാധാരണ ഉള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഇതായിട്ട് കിടക്കത്തില്ലേ, ഇതങ്ങനൊന്നുമില്ല, നല്ല ഇതായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പുളി
കുടംപുളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അത് ഞാൻ കഴുകി എടുത്ത് വെച്ച പുളിയാണ് കേട്ടോ, നേരെ അങ്ങോട്ട് എടുത്ത് ഇടുവല്ല. അത് ഞാൻ കഴുകി എടുത്ത് മാറ്റി വെച്ച പുളിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് 3-4 പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞിടുന്നുണ്ടേ കൂട്ടത്തിൽ. പച്ചമുളക് നെടുകെ കീറിയിട്ടു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ, അപ്പോൾ ആ കറിയൊന്ന് തിളച്ച് വന്നിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറി നമ്മളെ മീൻ ഇടുന്നതിന് മുമ്പേ നല്ല മണമാണ് കേട്ടോ കറി തിളക്കുമ്പോൾ. അപ്പോൾ ചെറിയ കൂരിയാണ്, വലിയ കൂരി കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ വെച്ചാൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം വെക്കാൻ കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ കറി അങ്ങ് കുറുകി വരും നല്ലതുപോലെ കുറുകണ്ട. ചിലവർക്ക് ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്ന ഇഷ്ടം, ചിലവർക്ക് കുറുകിയിരിക്കണം. ഇത് നമ്മുടെ മീനിട്ട് കഴിഞ്ഞ് നല്ലതുപോലെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അല്ല, ഇത് നമുക്കൊന്ന് സിമ്മാക്കി വെക്കാവേ. തീയൊന്ന് നല്ലപോലെ വെട്ടി തിളച്ചല്ലോ. നമുക്കൊന്ന് തീയൊന്ന് കുറച്ച് സിമ്മാക്കിയ ശേഷം അങ്ങനെ ഇരുന്നൊരു 10 മിനിറ്റ് ഇതൊന്ന് കറിയൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. കറി കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ. അടിപൊളി കറിയാണ്. സാധാരണ നമ്മൾ മുളകരച്ച് വെക്കുന്ന കറി പോലെ അല്ല ഇത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും നമ്മൾ കറി കളയാതെ നമ്മൾ കഴിക്കും. വെറുതെ ഈ കറി എടുത്ത് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഷോർട്ടും വീഡിയോസൊക്കെ കണ്ട അഭിപ്രായമൊക്കെ